അപകട സാധ്യത നിലനിൽക്കുന്ന സ്ഥലത്തെ മരങ്ങൾ, പരസ്യ ബോർഡുകൾ എന്നിവ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് രാമനാട്ടുകര നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. പ്രദേശത്തെ സ്വകാര്യ വ്യക്തികൾക്കാണ് മാധ്യമങ്ങൾ മുഖേന ഉത്തരവ് നൽകിയത്. രാമനാട്ടുകര നഗരസഭാ പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് മനുഷ്യജീവനും സ്വത്തിനും അപകടകരമാം വിധം ചെരിഞ്ഞു നിൽക്കുന്നതോ സ്ഥാപിച്ചിട്ടുള്ളതായ മരങ്ങൾ, മരത്തിന്റെ ശിഖരങ്ങൾ, പരസ്യ ബോർഡുകൾ, ഹോർഡിങ്ങുകൾ എന്നിവയാണ് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കണമെന്ന നിർദ്ദേശം രാമനാട്ടുകര നഗരസഭാ സെക്രട്ടറി ശ്രീജിത്ത് അറിയിച്ചത്. കൂടാതെ സ്വകാര്യ ഭൂമിയിലും മറ്റു കുറ്റിക്കാടുകളും പുല്ലും വളർന്ന് കുറുക്കൻ, മെരുക്, വിഷപ്പാമ്പുകൾ, മറ്റ് ക്ഷുദ്രജീവികൾ എന്നിവയുടെ വാസസ്ഥലമാക്കി പരിസരവാസികൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടും ശല്യവും ജീവന് ഭീഷണിയും സൃഷ്ടിക്കുന്നത് ഒഴിവാക്കേണ്ടതും സ്ഥലത്തിന്റെ ഉടമയുടെ നിയമപരമായ ചുമതലയാണെന്നും സെക്രട്ടറി ശ്രീജിത്ത് പറഞ്ഞു. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലുള്ള വൃക്ഷങ്ങൾ, അതായത് അപകടകരമായ രീതിയിൽ പൊട്ടി വീഴാൻ സാധ്യതയുള്ളതോ അതേപോലെ തന്നെ കൊമ്പുകൾ ചാഞ്ഞു നിൽക്കുന്നതോ ആയിട്ടുള്ള വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും അതേപോലെ തന്നെ അവ വെട്ടിയൊതുക്കുന്നതിനുള്ള നടപടികൾ അതാത് സ്വകാര്യ വ്യക്തികളുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ ചെയ്യേണ്ടതാണ്. അത് കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരവും അതുപോലെ തന്നെ ദുരന്ത നിവാരണ നിയമപ്രകാരവും അതാത് വ്യക്തികളുടെ ചുമതലയാണ്. അല്ലാത്ത പക്ഷം അവ പൊട്ടി വീണ് പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുന്ന പക്ഷം അതിൻ്റെ നാശനഷ്ടങ്ങൾ കൊടുക്കേണ്ട ഉത്തരവാദിത്തം അതാത് സ്വകാര്യ വ്യക്തികൾ തന്നെയാണ്. നിർദ്ദേശപ്രകാരം ചെയ്യാത്തത് മൂലം ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ വസ്തുവകകൾക്കുള്ള നഷ്ടങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദി ബന്ധപ്പെട്ട വസ്തുവിന്റെ ഉടമസ്ഥൻ ആയിരിക്കും. ആയതിനാൽ 2005 ദുരന്ത നിവാരണ നിയമം, കേരള മുനിസിപ്പാലിറ്റി ആക്ട് എന്നിവ പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു. കൂടാതെ ബഹുനില കെട്ടിടങ്ങളുടെയും സ്വകാര്യ കെട്ടിടങ്ങളുടെയും മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ പരസ്യ ബോർഡുകൾ ദുർബലമായാൽ അപകട സാധ്യത ഏറെയാണ്. ആയതിനാൽ കെട്ടിട ഉടമസ്ഥർ അത്തരം ബോർഡുകൾ മാറ്റി സ്ഥാപിക്കേണ്ടതാണെന്നും സെക്രട്ടറി പറഞ്ഞു. ബഹുനില കെട്ടിടങ്ങളുടെയും അതുപോലെ സ്വകാര്യ കെട്ടിടങ്ങളെയൊക്കെ മുകളിൽ ആയിട്ട് വലിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിന് ദുർബലമാവുന്നതോട് കൂടിയിട്ടോ അല്ലെങ്കിൽ കാറ്റടിച്ചിട്ടോ അല്ലെങ്കിൽ വലിയ മഴ പെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ പൊട്ടി വീണിട്ട് ആളുകൾക്കും അതുപോലെ തന്നെ മറ്റ് എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കൾക്കുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കെട്ടിടത്തിൻ്റെ അത്തരം കെട്ടിടങ്ങളുടെ ഉടമസ്ഥർ നിർബന്ധമായിട്ടും അവ മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നഗരസഭയ്ക്ക് കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരവും അതുപോലെ തന്നെ ദുരന്ത നിവാരണ നിയമപ്രകാരവും നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നതാണ്. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയുടെ സമീപത്തെ പറമ്പിൽ വവ്വാലുകൾ കൂട്ടത്തോടെ വസിക്കുന്ന സ്ഥലം ചുറ്റുഭാഗവും കാടുമൂടി കിടക്കുകയാണ്. രാമനാട്ടുകര തോട്ടുങ്ങൽ റോഡിന് സൈഡിൽ നിൽക്കുന്ന ഉണങ്ങിയ മരങ്ങൾ ഏതു നിമിഷവും റോഡിലേക്ക് വീഴുന്ന അവസ്ഥയുമാണ്. മഴക്കാലം ആസന്നമായ സാഹചര്യത്തിൽ സ്വകാര്യ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇത്തരം അപകടകരമായ മരങ്ങൾ, മരത്തിന്റെ ശിഖരങ്ങൾ, പരസ്യ ബോർഡുകൾ, ഹോർഡിങ്ങുകൾ, കുറ്റിക്കാടുകൾ തുടങ്ങിയവ 24 മണിക്കൂറിനകം നീക്കം ചെയ്ത് അപകടം ഒഴിവാക്കണമെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്.